ചെരുപ്പ് ആ ഉണ്ട്. നമ്മള് വെറുതെ പറഞ്ഞ ആളെ കേട്ടിന് പറയാടില്ലല്ലോ. പേടിക്കണ്ട. എടാ ഒരു 150 ചെരുപ്പ് നോക്കി. ഇത് ഫുള്ള് 150. ഇത് 200. ഹീലുള്ള 200. 200 പിന്നെ മാക്സിയാ. മെക്സിക്ക് 3,500 രൂപ. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 1990. കോയിൻകോളി ഒരു 3 റുപ്യ റേഞ്ച് ചെയ്യുന്ന സാധനം. ഇത് ഇമ്പോർട്ടൻസ് ആണ്. ഈ റേറ്റിന് എനിക്ക് ഇവിടെ ഉള്ളു. കുറഞ്ഞ റേറ്റ് പുറത്തൊക്കെ ആകുമ്പോൾ കൂടുന്നു. ഈ സെയിം സാധനമല്ലേ. ഒരു കുട്ടി ഇവിടെ വന്ന് വാങ്ങിച്ചു പോയി റേറ്റ് ഞങ്ങൾ വാങ്ങിച്ചു 1350 പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോ. ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങൾ മിഠായി തെരുവിലേക്ക് വന്നതാണ്, SMCയിലേക്ക് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പർച്ചേസിങ്ങിനാണ്. എനിക്കൊരു ടോപ്പ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ റെയിൽവേൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതവിടെ ലാറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 വീക്സ് ആയിട്ടോ അവരിവിടെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഇതായി കാണുന്ന ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇവൻ പറയുന്നുണ്ട് 150 രൂപ ചെരുപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഷോപ്പിലേക്ക് ഡയറക്റ്റ് പോകേണ്ട ആവശ്യമില്ല, അവർ തന്നെ നമ്മളെ വിളിച്ച് ഷോപ്പിലേക്ക് കയറ്റും. കാരണം 150 രൂപക്കൊക്കെ ചെരുപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ ലാഭമല്ലേ. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാനൊന്നല്ല, ചെരുപ്പ് ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടില്ല, പിന്നെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ ചെരുപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് അവൻ ഓരോന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ചെരുപ്പിനൊക്കെ 150 അങ്ങനെ ഈ ചുരിദാറിനൊക്കെ വരുന്നത് 2000-ൻ്റെ താഴെയാണ് കേട്ടോ വരുന്നത്. 1990 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്. പാർട്ടി വെയർ ചുരിദാറാണ്, റെഡിമെയ്ഡ് ചുരിദാർ. അത്യാവശ്യം ഹാൻഡ് വർക്കും അതുപോലെ ത്രെഡ് വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ്. അത്യാവശ്യം വർക്കും ഉണ്ട് കേട്ടോ. പാർട്ടി വെയർ ചുരിദാറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ ഈ ഒരു ദുപ്പട്ട, ഈ ഒരു ഷോളിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് നല്ല സ്റ്റോൺ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ 2000-ൻ്റെ താഴെയായിട്ടാണ് റേറ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞ്. പല കളേഴ്സിലുണ്ട്, റെഡ് അതുപോലെ മസ്റ്റാർഡ് യെല്ലോ ഗ്രീനൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതാ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ റേറ്റ് എത്രയും ചോദിച്ചതാണ്. അപ്പോൾ അതിന് വരുന്നത് എത്ര 2100 അങ്ങനെ എന്തോ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം അത് കുറച്ചൊരു ഹെവി ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ എല്ലാം ചുരിദാറും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ ഇതിവിടെ ഓപ്പൺ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ ആയിട്ടില്ല അവർ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ മസ്റ്റാർഡ് യെല്ലോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലിയ വർക്കൊന്നും ഇല്ല, എന്നാലും വർക്ക് ഉണ്ട്. അങ്ങനത്തെ രീതിയിൽ ദുപ്പട്ട ആ ഒരു സൈഡിലൊക്കെ ആയിട്ടും ഷോളിൻ്റെ അറ്റത്തും അതുപോലെ സെൻറ്ററിലൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു ത്രെഡ് വർക്കാണ്. അതുപോലെ ടോപ്പിൻ്റെ നെക്കിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. സ്റ്റോൺ വർക്കല്ല, ത്രെഡ് വർക്കാണ്. അപ്പോൾ ഈ ഒരു ചെരുപ്പിനൊക്കെ 250 അല്ല, ഇതിന് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഇത് ഹീല് വരുന്നത് കൊണ്ടാണ് 200 രൂപ. 200 രൂപ ഇത് ഈ ഒരു 3 കളേഴ്സിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രീന്, പിന്നെ വൈറ്റും ബ്ലാക്ക് ആയിട്ട് അങ്ങനെ വരുന്ന 3 കളേഴ്സാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 200 രൂപയായിട്ടാണ് വരുന്നത്. ഇത് പിന്നെ ഫ്ലാറ്റ് ചെരുപ്പാണ്. ഫ്ലാറ്റ് ഹീലില്ലാത്ത അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകളാണ്. അതിനൊക്കെ വരുന്നത് 150 രൂപയാണ് കേട്ടോ. ഇതിനൊക്കെ വരുന്നത് 200, 250 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഹീൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്ലാറ്റ് മോഡലിലെ ചെരുപ്പാണ്. എന്നാലും കുറഞ്ഞൊരു ഹീൽ പോലെ അങ്ങനെ ഉണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വരുന്നത് 200, 250 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഷൂ അങ്ങനത്തെ ഒക്കെ മോഡലുണ്ട്. ഷൂ മോഡല് അതിനൊക്കെ വരുന്നത് 250. ഇതിനൊക്കെ വരുന്നത് 250, 200 ആ ഒരു പ്രൈസിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് നല്ല നല്ല വെറൈറ്റി കളേഴ്സിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ വേറൊരു മോഡല്. ഇത് പിന്നെ ഷൂ ആണ്. ഷൂവിനൊക്കെ വരുന്നത് 300. ഇതിപ്പോൾ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ ഇത് വരുന്നത് 250 കേട്ടോ. ഇങ്ങനെ ഫ്ലാറ്റ് മോഡൽ ചെരുപ്പാണ്. ഇങ്ങനെ ഹീലില്ലാത്ത 250 200 ആണ് കേട്ടോ ഇതിന് വരുന്നത്. 200 ആണെന്ന് തോന്നുന്നത്. ഇതിനൊക്കെ വരുന്നത് 200 കേട്ടോ. ഈ ഒരു ഹീലില്ലാത്ത നമ്മൾ ഓവർ ഇങ്ങനെ സ്റ്റോണ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ, വർക്കുകളും കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് ഒരു നെറ്റ് മോഡൽ കേട്ടോ. ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ നെറ്റായിട്ട് വരുന്ന അതിൻ്റെ ഒരുപാട് ഓഫ് വൈറ്റ് അതുപോലെ പ്യുവർ ബ്ലാക്ക് കളറ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 150 ആട്ടോ ഇതിന് വരുന്നത്. റേറ്റ് വരുന്നത് 150.
നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് കളക്ഷൻസും ഉണ്ട്. കാരണം ഒരു 2 ആഴ്ചയിലായിട്ടുള്ളൂ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട്. ഈ ഒരു ചെരുപ്പുകൾക്കൊക്കെ വരുന്നത് 150 രൂപയാണ് കേട്ടോ. ഇതിന് പല പല വെറൈറ്റി കളേഴ്സിലുണ്ട്. ഗ്രീന്, അതുപോലെ പിങ്ക് കളറ്, അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന വേറെയും കളേഴ്സിലുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ വർക്ക്, എന്നാലും വർക്ക് ഇല്ലായും ഇല്ല, അങ്ങനെയൊക്കെ സ്റ്റോൺ ആയിട്ടൊക്കെ വരുന്ന അങ്ങനത്തെ ഒക്കെ ഓരോ വർക്കുകളായിട്ട് വരുന്ന ചെരുപ്പുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പല കളേഴ്സിലുമാണ് കേട്ടോ അത് വരുന്നത്. പിങ്ക്, അതുപോലെ ഗ്രീനൊക്കെ ആയിട്ട് വരുന്ന, പീച്ച് കളറൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ചെരുപ്പുകളുണ്ട്. ഇതൊക്കെ വരുന്നത് ബ്രൈഡിൻ്റെ ഒക്കെ ചെരുപ്പ്, അത്യാവശ്യം ഹെവി ആയിട്ട് വരുന്ന, നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ പാർട്ടി വെയർ ചെരുപ്പുകളാണ് കേട്ടോ. ഇത് വരുന്നത് 150. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഞാൻ കുറേ വിചാരിച്ച് എടുത്താലോ എന്ന്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ ചെരുപ്പ് എനിക്ക് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എടുത്തിക്കണം. അപ്പോൾ പിന്നെ വെറുതെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ആ ഒരു സ്റ്റോൺ വെച്ച ചെരുപ്പ് ഞാൻ ലാസ്റ്റ് കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. 150 ഉള്ള അതിൻ്റെ റേറ്റ്. അങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മൾ വന്നത് തന്നെ ചെരുപ്പ് എടുക്കാനല്ല, എനിക്ക് ടോപ്പ് കുറച്ച് ലോങ് ആയിട്ട് ലെങ്ത്ത് വരുന്നതോ അതുപോലെ ലോങ് സ്ലീവ് വരുന്ന ടോപ്പ് എടുക്കാനാണ്. ടോപ്പ് മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഒരുപാട് ടോപ്പ് ഇങ്ങനെ കണ്ടിരുന്നു, ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ലെങ്ത് ആയിട്ട് വരുന്ന, ഫുൾ സ്ലീവൊക്കെ ആയിട്ട് വരുന്ന. അപ്പം അതുപോലത്തെ ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ലോങ് ടോപ്പ് ഫസ്റ്റ് ഫ്ലോറിലെ ചുരിദാർ ഇട്ടോ പണ്ട് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് ടോപ്പ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഇത് ഷോളാണ് കേട്ടോ. 150 രൂപയാണ് കേട്ടോ ഷോളിനൊക്കെ വരുന്നത്. ഇങ്ങനെ ഹെവി ഷിഫോണിൽ വരുന്ന ഷോളാണ്. പിന്നെ വരുന്നത് ഇങ്ങനെ ചെറിയ ഷോർട്ട് ടോപ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട്, എന്താ ജീനിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല ഷോർട്ട് ടോപ്പ്, അതുപോലെ നമുക്ക് വെസ്റ്റേൺ വെയർ ടോപ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി പ്രിൻറ്റിലും കളേഴ്സിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അത് സ്പീഡാക്കിയിട്ടാണ് വീഡിയോ പോയത്, കാരണം ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ജീനിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞു ടോപ്പാണ് കേട്ടോ. ഇങ്ങനെ കോളറിനൊക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ വെസ്റ്റേൺ വെയറിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോയി, ഇതൊക്കെ വരുന്നത് വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോയില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ടോപ്പ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു പ്രിൻ്റൊക്കെ ഞാൻ കണ്ടത്, ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നുണ്ട്. ഇതിലൊക്കെ ഏതൊക്കെയോ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇങ്ങനെ സ്പീഡായിട്ട് പോയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിലൊക്കെ കാണുന്ന ഒരുപാട് പ്രിൻറ്റുകൾ അതിലും ആ വീഡിയോയിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി ഞാൻ ഓരോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം ഇങ്ങനെ കാണുമ്പോഴല്ലേ നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇത് 950. അതെന്തെങ്ങനെ സെൻറ്ററിൽ ബട്ടൺ വരുന്നതിനുണ്ടാ? ഇത് ഇമ്പോർട്ടഡ് സാധനം ഈ റേറ്റിന് എനിക്ക് ഇവിടെ ഉള്ളു. കുറഞ്ഞ റേറ്റ് 1300 വരുന്നുണ്ട്. പുറത്ത് 1300 ഈ സെയിം സാധനമല്ലേ. ആ, ഒരു ഇവിടെ ഒന്ന് വാങ്ങിച്ചു പോയി പടയിച്ച് ഞങ്ങൾ വാങ്ങിച്ചു 1350 പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറവാണ്. അങ്ങനെ ഏതായാലും തിരഞ്ഞ് ഞാനൊരു ടോപ്പ് കണ്ട്. ഇതാണ് കേട്ടോ. 890 അതിൻ്റെ റേറ്റ് വരുന്നത്. ഫുൾ ലെങ്ത്താണ് വരുന്നത്. സെൻറ്ററിൽ ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഡിസ്പ്ലേക്ക് വെച്ച് കണ്ടിട്ടത്. അപ്പോൾ ചാൻസ് തന്നെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് ജസ്റ്റ് 890 അത് ബില്ല് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഫുൾ ലെങ്ത്തും ഫുൾ സ്ലീവൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ടോപ്പാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഞാൻ ചാൻസിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ടോപ്പ് ഫാക്ടറിയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ടോപ്പ് ഫാക്ടറിയിലെത്തി. ഇവിടെ ഒരുപാട് നൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വരുന്ന 200 രൂപയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നെക്കിൻ്റെ ഒക്കെ അവിടെ ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വർക്ക് ഇല്ലാത്തതൊന്നുമല്ല, അത്യാവശ്യം വർക്ക് ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് നൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഈ റെഡ്, അതുപോലെ മെറൂണ്, നേവി ബ്ലൂ ഒരുപാട് കളേഴ്സിലുണ്ട്. അതുപോലെ 3 ബെഡ്ഷീറ്റിന് വരുന്നത് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടോപ്പ് ഫാക്ടറിയിൽ വന്ന് നോക്കുക. നല്ല നല്ല കോട്ടൺ നൈറ്റിയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ടോപ്പ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ അടുത്ത് 2 വീക്സ് ആയിട്ടുള്ളൂ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് കയറി നോക്കിട്ടോ. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് വരുന്ന ഒരുപാട് കോട്ടനും അതുപോലെ ജോർജറ്റും ഷിഫോണൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പുകളാണ്.
അതുപോലെ പാർട്ടി വെയർ കളക്ഷൻസ്, അതുപോലെ വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നേരത്തെ ടോപ്പ് മോളിൽ പോയപ്പം നോക്കിയ അതുപോലെ വരുന്ന സാറ്റിൻ ക്ലോത്ത്, അതുപോലെ ഇമ്പോർട്ടഡ് ക്ലോത്തൊക്കെയാണ് കേട്ടോ. ഇതിലിതാ ഈ ഫസ്റ്റിലെ ഈ ബ്ലാക്ക് കാണുന്ന ഇതൊക്കെ വരുന്നത് സാറ്റിൻ ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ബ്ലാക്ക്, അതുപോലെ അതിൻ്റെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു പ്രിൻ്റൊക്കെ വരുന്നതും സാറ്റിൻ ക്ലോത്തിലാണ്. പിന്നെ വരുന്നത് ബാക്കി ഇമ്പോർട്ട് ക്ലോത്താണെന്ന് തോന്നുന്നത്. അങ്ങനെ അവിടെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു വെറൈറ്റി കളേഴ്സ് ആണോ എന്ന് തോന്നിയിട്ട്. ഈ ഒരു പ്രിൻ്റൊന്നും അവിടെ ഇല്ല. വെറൈറ്റി പ്രിൻറ്റിൽ കേട്ടോ, കളേഴ്സും വെറൈറ്റി പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നത് ഇവിടെയാണോ എന്ന് തോന്നി. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഇല്ല, അത് ഈ കാണുന്ന കളക്ഷൻസ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടി വെറൈറ്റി ഇതാണോ എന്ന് തോന്നി. അവിടെ കണ്ടതിലും സെയിം ആ ഒരു 990 890 ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി. അപ്പം ഇത് വരുന്നത് 1400 1500 അങ്ങനെ എന്തോ ആണ് കേട്ടോ. വെറൈറ്റി മോഡലാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. അതൊരു കോഫി കളറാണ്, ഒരു ലൈറ്റ് കോഫി കളറായിട്ട് വരുന്ന ഒരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അത് കോഫി കളർ ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന ടോപ്പാണ്. ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ അറ്റത്തും നെക്കിൻ്റെ ആ ഒരു നെക്ക് പോർഷനും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി. ഇങ്ങനെ കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, അത് ഇട്ട് കഴിയുമ്പോഴാണ് ആ ഒരു നെക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഷോൾ ഹിജാബ് ഇടുന്നവർക്കാവുമ്പം പെട്ടെന്ന് അത് കാണൂല. ഹിജാബ് ഇല്ലാതെ നമ്മളിങ്ങനെ ഷോൾ ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഈ നെക്കിൻ്റെ ആ ഒരു പോർഷനും അതുപോലെ സ്ലീവിൻ്റെ അറ്റത്തും ഇങ്ങനെ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ അതിൻ്റെ ഒരുപാട് കളേഴ്സാണ് കേട്ടത്. ഓഫ് വൈറ്റ്, അതുപോലെ വാട്ടർ മെലൺ കളർ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. 1400 റേറ്റ് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ്. ഇതും അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഷിബ് വരുന്നുണ്ട് കേട്ടോ, ബാക്കിൽ ഷിബ് വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുൾ ലെങ്ത്തും ആണ് വരുന്നത്, ഫുൾ സ്ലീവും ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇതിങ്ങനെ സ്ലീവിൻ്റെ അറ്റത്തും, അതായത് ആ നെക്കിൻ്റെ പോർഷൻ മാത്രമല്ലേ വർക്കുള്ളൂ. അപ്പോൾ ഓവർ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. പക്ഷേ 1400 കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ടോപ്പ് വാങ്ങിച്ചല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ വിചാരിച്ചിനി ഇത് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ടോപ്പ് ഹൗസിലാണ് അതുള്ളത്. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റി കളേഴ്സിലായിട്ടോ വരുന്നത്. ഇതിങ്ങനെ ഓഫ് വൈറ്റിൽ വരുന്നത്. ഇതൊക്കെ വരുന്നത് പിന്നെ ഇമ്പോർട്ടഡ് ക്ലോത്താണ്. ഇമ്പോർട്ടഡ് ക്ലോത്തിലും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളൊക്കെ ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാനത് ഓരോന്ന് ഇങ്ങനെ നോക്കി വീഡിയോ എടുത്തതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കളറും അതുപോലെ ഈ ഒരു വർക്കും. ഇത് ബാക്കിൽ ഇങ്ങനെ ഷിബ് വരുന്നുണ്ടോ, ഫുൾ ലെങ്ത്തും. അത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല, നമ്മൾ ഇട്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി ഇട്ടുള്ളൂ. അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ചെരുപ്പ് നമ്മള് വെറുതെ പറഞ്ഞ ആളെ കേട്ടിന് പരിപാടിയില്ലല്ലോ. പേടിക്കണ്ട. എടാ ഒരു 150 ചെരുപ്പം നോക്കി. വെറുതെ പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 150 ചെരുപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി. ഷോപ്പിൻ്റെ ഉള്ളിൽ 150 ചെരുപ്പ്, നല്ല വെറൈറ്റി മോഡൽ, അതുപോലെ ഫ്ലാറ്റ് ടൈപ്പ്, ഹീൽ ടൈപ്പൊക്കെ ആയിട്ട് വരുന്ന നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഈ ഒരു ടൈപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ വാങ്ങിക്കാം. 150 ഉള്ളൂ. ഇത് നമ്മൾ ഒരു 2-3-4 തവണ യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഈട് നിൽക്കൂട്ടോ 150 ചെരുപ്പ്. അതെല്ലാം സ്റ്റിച്ച് ചെയ്യാതെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 2-3-4 തവണ കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, സ്വാഭാവികം. അത്ര റേറ്റല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇൻഷാല്ലാ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ വാച്ചിൻ്റെ ഷോപ്പ് കണ്ട് 250 രൂപ 300 രൂപയൊക്കെയാണ് കേട്ടോ വാച്ച് സ്റ്റാർട്ടിങ്. 250 അങ്ങനെ അവിടെ ജസ്റ്റ് സ്പൈഡർമാനെ ഗോക്കുവിൻ്റെ ഒക്കെ വാച്ച് കണ്ടിട്ട്. അപ്പോൾ ഈ ഗോക്കുവിൻ്റെ വാച്ച് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു കൊടുത്ത്. ഒരു ബ്ലൂ കളറാണ്. ബ്ലൂവിനോട് അവനക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ബ്ലൂ എനിക്ക് തോന്നുന്നു ബ്ലാക്കിനേക്കാളും കൂടുതൽ ഇഷ്ടം അവന് ബ്ലൂ ആണെന്ന്.
അപ്പോൾ ഇതിന് മുന്നേ ഇതുപോലെ എന്തോ ഒരു ബ്ലൂ കളർ വാച്ച് കണ്ടപ്പോൾ അങ്ങനെ അവന് വാങ്ങിച്ചു കൊടുത്തിന്. അങ്ങനെ ഇത് അവന് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ അപ്പം തന്നെ അവൻ വാച്ച് കയ്യിൽ ഇടാതെ ഇട്ട് വന്നത്. അങ്ങനെ വാച്ചൊക്കെ കയ്യിലിട്ട് കുട്ടപ്പനായി പോവാണ്. അങ്ങനെ അവന് ട്രെയിനിൽ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്, ട്രെയിനിൽ പോവാം, നമുക്ക് ട്രെയിനിൽ പോവാമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിലൊന്നും കൊണ്ടുപോകാറില്ല, ബസ്സിലാണ് പോവൽ. അപ്പോൾ ബസ്സിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളിതെങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇതാ ഒരു ട്രെയിനാണ് കേട്ടോ പോകാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഫറൂഖിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ പോവാന്ന്. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഒരുപാട് പോകാനൊന്നുമില്ല, ഇവിടെ കല്ലായി സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഫറൂഖ് സ്റ്റോപ്പാണ്. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിറ്റത്തെ സ്റ്റോപ്പ് ഞങ്ങളെ ഫറൂഖ് സ്റ്റോപ്പാണ്. അവിടുന്ന് പിന്നെ ബസ് കയറിയിട്ട് അങ്ങനെ പോയാൽ മതി. ട്രെയിന് അവിടുന്ന് പോകാനായിക്കിട്ട് ഒരു 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ട്രെയിനിൽ കയറി. അവൻ്റെ ആഗ്രഹമല്ലേ, അപ്പം ഞാനത് സാധിച്ചു കൊടുത്തു. ഒരുപാട് പൈസ ഒന്നും ഇല്ലല്ലോ, 30 രൂപേൻ്റെ ഒരു ടിക്കറ്റ് എടുത്ത് പോകേണ്ടതല്ലേ ഉള്ളൂ. അങ്ങനെ പോയിട്ട് അവിടുന്ന് ഫറൂഖിൽ നിന്ന് ബസ് കയറി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനെയും കൊണ്ട് സീറ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പം ഉണ്ട് ട്രെയിനിൽ ഇവർ തിരൂർക്കോ അവിടേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നത്, എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ അവരിങ്ങനെ മെഹന്തി ഇടുന്നുണ്ട്, അവർ കല്യാണത്തിനായിട്ട് പോകാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ, അവർ മെഹന്തി ഇടുന്ന. അങ്ങനെ ഞങ്ങൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനാണിട്ടത്. അവിടെ എത്തി. ആ ട്രെയിനിൽ നമ്മൾ വന്ന ട്രെയിനാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ഫറൂഖ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് പോകണം. അപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. 30 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അപ്പം തന്നെ ട്രെയിൻ കയറി. അങ്ങനെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ആട്ടത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഇത് പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പം നല്ല എന്താ പറയുക, നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അവൻ പറഞ്ഞ് അവന് ജ്യൂസ് എന്തേ വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പം ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളത് ബേക്കറിയിൽ വന്നേ. ബേക്കറിയിൽ നിന്ന് ഒരു ബോട്ടിൽ ജ്യൂസ് വാങ്ങിച്ചിട്ടോ, മാംഗോൻ്റെ ജ്യൂസ് വാങ്ങിച്ച്. ചെറിയ ബോട്ടിലാണ് ആദ്യം വാങ്ങിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഇത് ഓറഞ്ചിൻ്റെ ആണ്. അപ്പോൾ എനിക്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവർ അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ മാംഗോൻ്റെ ഫ്ലേവറിൽ അത് വാങ്ങിച്ചിട്ട് ഈ ഒരു ബോട്ടിൽ. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ബില്ല് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.